എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കല്യാണത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നിങ്ങൾ കാണുന്ന കല്യാണ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരമാണ് പരിപാടി വരുന്നത്. 4 മണിക്കാണ് നിക്കാഹ് വരുന്നത് കേട്ടോ. 4 മണി 4:30. അപ്പോൾ അതാ നമ്മൾ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ബ്രൈഡിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനെ ഒരുക്കുക കേട്ടോ. ഇത് നമ്മുടെ അടുത്ത കൊല്ലത്തെ ഗ്രൂമാണ് ഈ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ അടുത്ത കൊല്ലത്തെ പുയ്യാപ്ല. അടുത്ത കൊല്ലം ഇവൻ്റെ കല്യാണം ഉണ്ടാവും കേട്ടോ, ഇൻഷാ അല്ലാ. അങ്ങനെ ഇതാ നമ്മൾ നേരെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഡിറ്റോറിയത്തിലെത്തി. ചിക്കൻ ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുന്നത് ഇവിടെ നമ്മുടെ വാട്ടർമെലൺ ജ്യൂസും പിന്നെ പൈനാപ്പിൾ ജ്യൂസ്, ഇപ്പുറം ചായയാണ് കേട്ടോ. എന്നുവെച്ചാൽ കോഫി ഉണ്ട്, ബൂസ്റ്റ് ഉണ്ട്, ഹോർലിക്സ് ഉണ്ട്, പാൽ ചായ ഉണ്ട്, നമ്മുടെ സുലൈമാനി ഉണ്ട്, എന്ന് വെച്ചാൽ കട്ടൻ ചായ. ഇങ്ങനെ 4 ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം വൈകുന്നേരമാണല്ലോ ഫംഗ്ഷൻ. അപ്പോൾ ചായ കുടിച്ച് ശീലമുള്ളവരുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇത് ആമയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ബ്രൈഡിൻ്റെ ഉപ്പനെയാണ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ ഗസ്റ്റുകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനിതാ ഇനി നിങ്ങൾക്ക് ഫുഡിൻ്റെ സെക്ഷനിലോട്ട് പോവാം. എന്ന് വെച്ചാൽ ഇവിടെ നിക്കാഹുകാർക്കുള്ള ഫുഡിനുള്ള പ്രിപ്പറേഷനൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ കേട്ടോ. നിക്കാഹ് കഴിഞ്ഞിട്ടായിരിക്കും ഫുഡ് കൊടുത്തു തുടങ്ങുക. അപ്പോൾ ഇതിനിതാ ടേബിൾ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് ഏത് കാറ്ററിംഗുകാരാണെന്നൊന്നും ചോദിക്കരുത്, ഞാനപ്പോൾ ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡിൻ്റെ ഐറ്റംസൊക്കെ ഇവിടെ നന്നായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറം ഇത് ജെൻസിൻ്റെ ഭാഗം കേട്ടോ. എന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ഏരിയയാണ്. അപ്പുറം ഭാഗത്ത് പെണ്ണുങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പെണ്ണിൻ്റെ വീട്ടിലെ ഫംഗ്ഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് പോസ്റ്റ് ചെയ്യാൻ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട്. കാരണം ജലദോഷം ചുമയൊക്കെ ആയിട്ട് മൂലക്കലായിപ്പോയി. ഇനിയും ലേറ്റ് ആക്കിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഇതാ ഇപ്പം ഓരോരുത്തരായിട്ട് അകത്തേക്ക് വരൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഓഡിറ്റോറിയത്തിൻ്റെ താഴത്ത് നമ്മളെ പെണ്ണിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തരായിട്ട് എത്തുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ പുതിയാപ്പിളിൻ്റെ ടീംസ് അവിടെ താഴെ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ സ്റ്റേജ് കാര്യങ്ങൾ ഒരുക്കിയത് കാണാം. ഫ്ലവേഴ്സും ഉണ്ട്, ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചെക്കന് ഇതാ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ചെക്കനെ ഇപ്പോൾ സ്റ്റേജിലോട്ട് കയറ്റി വിടും. പെണ്ണ് ഡ്രസ്സിങ് റൂമിലാട്ടോ. അവളിപ്പം വരില്ല. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവൾ നിക്കാഹ് കഴിഞ്ഞ് ഇവരെ ഫുഡ് കഴിക്കലും കഴിഞ്ഞിട്ട് മാത്രമായിട്ടോ അവൾ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. ഇതുവരെ ബ്രൈഡ് ഡ്രസ്സിങ് റൂമിൽ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ ഏകദേശം ആൾക്കാരും വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെക്കൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും ഹോളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ നിക്കാഹ് പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാണ്. അമ്മൂൻ്റെ ചെറിയ അനിയൻ എന്ന് വെച്ചാൽ അമ്മ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് കേട്ടോ നിൽക്കാൻ പരിപാടികൾ കാണാൻ വേണ്ടി. ഇത് പെണ്ണിനെ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അത് അവൾ ആ ഡ്രസ്സിങ് റൂം വരുന്ന ബാക്കിലാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. അങ്ങനെ ഇതാ നിൽക്കാൻ പരിപാടികളൊക്കെ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളിന്ന് പങ്കാളികളായിട്ടുള്ളത് ഒരു നിക്കാഹിൻ്റെ സദസ്സിലാണ്. നിക്കാഹ് എന്ന് പറയുന്നത് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത്. 2 കുടുംബങ്ങളാണ് ഇവിടെ ഒത്തൊരുമിച്ചിട്ടുള്ളത്. സിദ്ദീഖ് എന്നവരുടെ മകൻ ഷംനാദ് കെട്ടി എന്നവർ വരനായിട്ട് ഷംനാദ് കെട്ടി, അതുപോലെ തന്നെ പുല്ലാങ്കര പള്ളിയുടെ സെക്രട്ടറി കെ സൈദലവി എന്നവരുടെ മകൾ ഫാത്തിമ ദിനിഷ വധുവായിട്ടും ഇവർ 2 പേർ തമ്മിലുള്ള വൈവാഹിക ജീവിതത്തിലേക്ക്, ദാമ്പത്യ ജീവിതത്തിലേക്ക് കിടക്കുന്ന
നിക്കാഹ് കഴിഞ്ഞ് ഡേറ്റ്സ് നട്ട്സ് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുകയാണ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നിക്കാഹിൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ ഇരിക്കുകയാണ്. ബിരിയാണി ഉണ്ട്, മന്തി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, പിന്നെ നെയ്പ്പത്തൽ, വെള്ളപ്പം, നൂൽപുട്ട്, സ്റ്റൂ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവിടെ മധുരത്തിൻ്റെ സെക്ഷനിൽ ഇതും പിന്നെ പുറത്ത് പോയാൽ ചായയും കിട്ടും. ചായ, കോഫി, ബൂസ്റ്റ്, ഹോർലിക്സ് ഇതൊക്കെ കഴിക്കുക കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ പെണ്ണിനെ സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഷാനു ആയിരിക്കും കേട്ടോ. ഞാൻ വലിയ ഷാനുവിൻ്റെ കയ്യിലേക്ക് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പെണ്ണിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട് കേട്ടോ. മുഖവത്തിൻ കൂടിയിടുമായി
നിക്കാഹ് പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ മഹർ കെട്ടുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അവളെ വീട്ടിലെ കല്യാണം കേട്ടോ, ബ്രൈഡിൻ്റെ വീട്ടിലെ കല്യാണമാണ്. ഗ്രൂമിൻ്റെ വീട്ടിലെ കല്യാണം ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുപോവുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ചെക്കൻ്റെ ടീം കുറച്ച് കഴിഞ്ഞാൽ പോവും. പിന്നെ ചെക്കനുണ്ടാവും കേട്ടോ ഇവിടെ ഒരു 10 മണി. ഞായറാഴ്ച രാവിലെ വന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോവുക കേട്ടോ ചെയ്യുക. ചെക്കൻ്റെ വീട്ടുകാർ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി അവിടുത്തെ ഫംഗ്ഷനാണ് രാവിലെ മുതൽ 3:30 വരെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വീഡിയോ ഒക്കെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇൻഷാല്ലാ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലെങ്ത് തോന്നില്ല, അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. ഇവിടെ ഉള്ളത് വലിയ അമ്മൂൻ്റെ മൂത്ത മോളാട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരാളും കൂടെ ഉണ്ട്, ആളെ ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. കലാശക്കൊട്ട് പോലെ ഞങ്ങൾ ലാസ്റ്റ് ഡാൻസ് പരിപാടിയാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. കാരണം ഈ ഒരു സമയത്ത് നമ്മളെ റിലേറ്റീവ്സ് ആയാലും എല്ലാവരും ഏകദേശം പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെക്കൻ്റെ റിലേറ്റീവ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെക്കനും പോയിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ സ്റ്റേജ് മേൽ ചെക്കനും പെണ്ണൊന്നുമില്ല, പെണ്ണും പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. അങ്ങനെ ഇത് ലാസ്റ്റ് പരിപാടി കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. വെച്ചാൽ കല്യാണത്തിൻ്റെ ലാസ്റ്റ് കലാശക്കൊട്ട് ബ്രൈഡിൻ്റെ വീട്ടിൽ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ അന്നത്തെ ഒരു ദിവസത്തെ പരിപാടികളെന്ന് പറഞ്ഞാൽ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ എടുത്ത കുറച്ച് ഫോട്ടോസ് വേണമെങ്കിൽ അതിൻ്റെ കൂടെ കൊടുക്കുക. ഷാനു നോക്കിയ സ്റ്റേജ് മേൽ നിന്ന് തകർക്കുന്നുണ്ട് കേട്ടോ. അവരെ കൂടെ പാട്ട് പാടാൻ നിന്ന് കൊടുത്തിട്ട് ഓഡിറ്റോറിയത്തിൽ ഉമ്മാൻ്റെ അടുത്ത റിലേറ്റീവ്സും ഉപ്പാൻ്റെ അടുത്ത റിലേറ്റീവ്സും മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഈ ഫ്രണ്ട് കാണുന്ന അത്ര പേരേ ഉള്ളൂ, ബാക്കിലോട്ടൊന്നും ആരുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മുട്ടിപ്പാട്ടിൻ്റെ ടീം ലാസ്റ്റ് വരെ നമ്മളെ കൂടെ നിന്ന് കുറച്ച് ആളുണ്ടായിട്ടോ ഇവർ നിർത്താട്ടോ എന്ന് പറഞ്ഞ് ലാസ്റ്റ് പാട്ടാട്ടോ ഈ പാടുന്നത്. കാരണം 10 മണി 10:30 ഇനി ഓഡിറ്റോറിയം ഒഴിഞ്ഞു കൊടുക്കേണ്ട സമയം. അപ്പോൾ 10:30 ആയപ്പോഴത്തേന് ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ ലാസ്റ്റ് ഷാനൊക്കെ സ്റ്റേജ് മേൽ കയറി പാട്ട് പാടുന്നുണ്ട്. അവർ മുട്ടിപ്പാട്ടിൻ്റെ ടീം നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവരെ പേജ് എനിക്കറിയില്ല, ഇൻഷാല്ലാ ഞാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ നമ്പർ താഴെ മെൻഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കല്യാണ പാർട്ടി പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ താഴെ. ബ്രൈഡിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.